നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക. ഇനി നമുക്ക് സ്പ്രെഡിലേക്ക് പോകാം. 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് കിങ് ഓഫ് വാൺസ് ആണ്. 3 ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്, ദ ഡെവിൾ, ജഡ്ജ്മെൻറ്റ്, ദ ഹെർമിറ്റ്, ദ എംപ്രസ്, 6 ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ വായനയിലോട്ട് നമുക്ക് പോകാം. അതിനു മുന്നേ ഈ സ്പ്രെഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, വീണ്ടും ചില വ്യക്തികൾ മുഖംമൂടി അണിഞ്ഞ സ്നേഹപ്രകടനങ്ങളുമായി നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്. ദ ഡെവിൾ കാർഡ് അത് വിശദമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ദ ഡെവിൾ കാർഡ് സൂചിപ്പിക്കുന്നത് മുഖംമൂടി അണിഞ്ഞെത്തുന്ന സ്നേഹം പലപ്പോഴും ഒരു കെണിയാണ്. സ്നേഹം എന്ന പേരിൽ നിങ്ങളെ നിയന്ത്രിക്കാനോ വൈകാരികമായി തളർത്താനോ ശ്രമിക്കുന്നവരെ തിരിച്ചറിയാൻ ഈ കാർഡ് പറയുന്നു. ദ ഡെവിൾ കാർഡ് വഞ്ചനയുടെയും സ്വാർത്ഥതയുടെയും നിഴലുകളെയാണ് കാണിക്കുന്നത്. മനസ്സിൽ എന്തെങ്കിലും പന്തുകേട് തോന്നുന്നുവെങ്കിൽ അത് അവഗണിക്കരുത്. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ശബ്ദം സത്യമായിരിക്കും. ഒരാൾ മാറുമെന്ന് കരുതി കാത്തിരിക്കുന്നത് നിങ്ങളെ കൂടുതൽ ചതിക്കുഴികളിൽ വീഴ്ത്തിയേക്കാം. അവർ ഇപ്പോൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളെ മാത്രം വിശ്വസിക്കുക. സ്നേഹത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞെത്തുന്ന ചതിയന്മാരെ തിരിച്ചറിയുന്നത് വേദനയുള്ള കാര്യമായിരിക്കും. പക്ഷേ അത് നിങ്ങളെ കൂടുതൽ തകർച്ചകളിൽ നിന്നും രക്ഷിക്കും. ശാരീരികമായ കരുത്തിനപ്പുറം മനസ്സിൻ്റെ കരുത്താണ് ഇവിടെ പ്രധാനമെന്ന് സ്ട്രെങ്ത് കാർഡ് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ വഞ്ചിച്ചവർക്കോ മുറിപ്പെടുത്തിയവർക്കോ മുന്നിൽ തളരാതെ നിൽക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വികാരങ്ങളെ ഫലപ്രദമായി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഈ കാർഡ് പറയുന്നു. ചതിയുടെ ആവർത്തനങ്ങൾ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും അതിൽ നിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് സ്ട്രെങ്ത് കാർഡ് ഓർമ്മിപ്പിക്കുന്നു. മുഖംമൂടി അണിഞ്ഞെത്തിയ സ്നേഹം നിങ്ങളെ എങ്ങനെയാണ് തകർത്ത് കളഞ്ഞതെന്ന് 3 ഓഫ് സോർഡ്സ് പറയുന്നുണ്ട്. അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീണപ്പോൾ കണ്ട യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി. ഉള്ളിലൊതുക്കി വെച്ചിരിക്കുന്ന സങ്കടം പുറത്തു പോകേണ്ടതുണ്ട്. കരയുന്നത് ദൗർബല്യമല്ല, മറിച്ച് മനസ്സിനെ കഴുകി വെടിപ്പാക്കലാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ചിന്തകളെയും വ്യക്തികളെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി ആരും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത്ര എളുപ്പത്തിൽ കടന്നു കയറുകയില്ല. ജഡ്ജ്മെൻറ്റ് കാർഡ് സത്യത്തിൻ്റെ വെളിപ്പെടുത്തലിനെ സൂചിപ്പിക്കുന്നു. മുഖംമൂടികൾ പൂർണ്ണമായും അഴിഞ്ഞു വീഴുന്ന സമയമാണിത്. ആര് കൂടെ ഉണ്ടാകണം, ആരെ ഉപേക്ഷിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ലഭിക്കും. നിങ്ങളെ ചതിച്ചവർക്കുള്ള മറുപടി നിങ്ങൾ നൽകേണ്ടതില്ല. പ്രപഞ്ചം അത് കൃത്യമായി ചെയ്തുകൊള്ളും. നീതി നടപ്പാക്കപ്പെടുന്ന സമയമാണിത്. ദ എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത് മനസ്സിന് ശാന്തി ലഭിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. ചതിയന്മാരുണ്ട്, എന്നാൽ എല്ലാവരും ചതിയന്മാരല്ല എന്ന് തിരിച്ചറിയുക. പുതിയ ബന്ധങ്ങളിൽ പ്രവേശിക്കുമ്പോൾ മുൻ പാഠങ്ങൾ ഓർത്ത് വിവേകത്തോടെ പെരുമാറുക. മറ്റുള്ളവരുടെ മുഖംമൂടികൾ ഒരു നാൾ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നതിന് പകരം നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുക. ദ ഹെർമിറ്റ് കാർഡ് പറയുന്നത്, മറ്റുള്ളവരുടെ മുഖംമൂടികൾ തിരിച്ചറിയാൻ ഇനി നിങ്ങൾക്ക് പുറത്താരും പറഞ്ഞു തരണമെന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചം സത്യം എന്താണെന്ന് കാണിച്ചു തരും. ഇത് ഒറ്റപ്പെടലല്ല, മറിച്ച് സ്വയം കണ്ടെത്തലാണ്. ചതിയുടെ ആവർത്തനങ്ങളിൽ നിന്ന് മോചിതനാകാൻ ആഴത്തിലുള്ള ചിന്തകളും ധ്യാനവും നിങ്ങളെ സഹായിക്കും. എല്ലാവരോടും എല്ലാം പറയേണ്ടതില്ല. നിങ്ങളുടെ പദ്ധതികളും ചിന്തകളും രഹസ്യമായി സൂക്ഷിക്കാൻ ഈ കാർഡ് പറയുന്നു. 5 ഓഫ് കപ്സ് കാർഡ് പറയുന്നത്, ചതിച്ചവരെക്കുറിച്ചും നഷ്ടപ്പെട്ട സ്നേഹത്തെക്കുറിച്ചും ഓർത്ത് നിങ്ങൾ ഇപ്പോഴും ദുഃഖിതനാണെന്നാണ്. ലോകം മുഴുവൻ നിങ്ങളെ തനിച്ചാക്കിയതായി നിങ്ങൾക്ക് തോന്നാം. വഞ്ചിക്കപ്പെട്ടു എന്നത് സത്യമാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടുമില്ല. തിരിച്ചടികളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ കൈമുതലാണ്. 5 ഓഫ് കപ്സിൽ നിന്ന് 6 ഓഫ് കപ്സിലെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയാണ്. അത് ആശ്വാസത്തിൻ്റെയും നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും കാർഡാണ്. ചതിയുടെ ലോകത്തു നിന്ന് മാറി സ്നേഹമുള്ള മനുഷ്യരെയും പഴയ സുഹൃത്തുക്കളെയും നിങ്ങൾ വീണ്ടും കാണാൻ സാധ്യതയുണ്ട്. വേദനകളിൽ നിന്ന് നിങ്ങൾ പുറത്തു കടന്നുവെന്നും നിങ്ങൾ പഴയ പോലെ പുഞ്ചിരിക്കാൻ പഠിക്കുകയാണെന്നും ഈ കാർഡ് പറയുന്നു. ഹൃദയത്തിലെ ആ പഴയ മുറിവുകൾക്ക് മേൽ സ്നേഹത്തിൻ്റെ ലേപനം പുരട്ടുന്ന സമയമാണിത്. മുഖംമൂടിയില്ലാത്ത ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. ചതിയുടെ കൈപ്പേറിയ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മധുരം ആസ്വദിക്കാനുള്ള സമയമാണ്.
നിങ്ങൾക്ക് അർഹിക്കുന്ന ആദരവും സ്നേഹവും നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.